ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ കൃഷിയിടത്തിലാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കൊയ്ത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പം നമ്മുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. അടുത്ത കൃഷി നമ്മൾ ഇറക്കിയിരിക്കുകയാണ് കേട്ടോ. അടുത്ത കൃഷി നമ്മൾ ഇറക്കിയിട്ട് ഇപ്പോൾ ഒരു 15 ദിവസത്തോളമായേ. ഞാൻ ദേ വരമ്പത്തൂടെ ഇങ്ങനെ നടക്കുവാണ്. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ, വരമ്പത്തൂടൊക്കെ നടക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ വരമ്പ്. അപ്പം നമ്മൾ നൈസായിട്ട് കണ്ടോ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കും. അപ്പം നമ്മൾ അത് പോകാത്ത രീതിയിൽ പെട്ടെന്ന് നടന്നു പോകണേ. അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടോ, അവിടം വരെ നമ്മൾ ചെല്ലണം. അത്രയും ദൂരം നമ്മൾ നടന്ന് ചെല്ലണം. വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ദാ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുയിലിൻ്റെ പാട്ടും അതുപോലെ തന്നെ അമ്പലത്തിലെ പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മുടെ കണ്ടത്തിൻ്റെ വരമ്പാണ് കേട്ടോ. ആ വരമ്പിൽ നടന്ന് ഇതേ കണ്ടോ പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. ആളുകളൊക്കെ നമ്മുടെ വരമ്പത്തൂടെയൊക്കെ പോകുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഞാനെടുത്ത് ഒറ്റ ചാട്ടം വെച്ച് കൊടുത്തു കേട്ടോ. എൻ്റെ കാലിലെല്ലാം ചെളിയായി. നമ്മളപ്പം സൂക്ഷിച്ച് വേണം വരമ്പത്തൂടെ നടക്കാൻ, അല്ലെങ്കിൽ ഈ വരമ്പ് പൊളിഞ്ഞ് നമ്മുടെ ഈ ചാലിനകത്ത് വീഴും. ചാലൊരിക്കലും അടഞ്ഞു പോകാൻ പാടില്ല. കാര്യം നമ്മുടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം കയറുന്നതും പിന്നെ അതിൻ്റെ ആവശ്യം കഴിയുമ്പം വെള്ളം ഇറക്കുന്നതും എല്ലാം ഈ ചാലിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ ചാലടയാൻ പാടില്ല. അതേ ഒരു 15 ദിവസമായുള്ളൊരു വിത്തിൻ്റെ ഒരു പരുവാണ് കേട്ടോ ഈ കാണുന്നത്. ഇത്ര ആയിട്ടുണ്ട് നമ്മുടെ നെല്ല്. അപ്പം ഞാൻ ഓരോ വീഡിയോസും അപ്ഡേഷനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ചാല അടഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുവാണ്. അവിടെ ഒരു തൂമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ തൂമ്പ് അടവുണ്ടോ എന്നൊക്കെ നോക്കുവാണ്. ഇത് മോട്ടറിൻ ചാലാണ് കേട്ടോ. അതായത് ഈ മോട്ടറിൻ ചാലിലൂടെയാണ് വെള്ളം കയറിയിട്ട് നമ്മുടെ എല്ലാ കണ്ടത്തിലും ഇതേപോലെ ഒരു ചെറിയ ചാലുണ്ട്. ആ ചാലിൽ കൂടെ നമ്മുടെ കണ്ടത്തിലേക്ക് വെള്ളം കിട്ടുന്നത് കേട്ടോ. ഇത് നമ്മൾ നടന്ന് നമ്മുടെ വേറൊരു കണ്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പഴുതും കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ ആദ്യം കാണിച്ച കണ്ടത്തിൽ നല്ല പഴുതുണ്ടായിരുന്നു കേട്ടോ. പഴുത് എന്നാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, സൂര്യൻ്റെ വലിയ കാഠിന്യമില്ലാത്ത ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമുണ്ടായിരുന്നു കണ്ടത്തിൽ ഇങ്ങനെ നിൽക്കാനായിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് സമയം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു നിന്ന്. അപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ കാലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണത്. കാലൊന്നും അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ വിത്താണ് കാണിച്ചത്. കുറേ വിത്തുകളൊക്കെ അവിടെ കിളുക്കാനുണ്ട്, അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. അപ്പോൾ പിന്നെ ജസ്റ്റ് കാല് കണ്ടപ്പോൾ ഞാൻ ഇന്ന് ഒരു രസത്തിന് അടുത്ത് നിന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമെല്ലാം പറഞ്ഞിട്ട് ഇതാ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പം ഞാൻ പറയുന്നുണ്ട് ഒന്ന് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ആളിങ്ങനെ നോക്കി നടക്കുന്നത്. അധികം നമ്മൾ ക്യാമറയിലോട്ട് ശ്രദ്ധിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ കണ്ടെത്തി കിടക്കും, അല്ലെങ്കിൽ നമ്മൾ ചാടി കിടക്കും. അപ്പം നമുക്ക് അധികം ക്യാമറയിലേക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് നോക്കുന്നത്. പിന്നെ നമ്മൾ വള്ളത്തേക്ക് കയറി. നമ്മൾ വള്ളത്തിലാണ് കേട്ടോ പോയത്. നമ്മുടെ കണ്ടത്തിൽ നിന്ന് ഒരു 5 മിനിറ്റോളം നമ്മുടെ വീട്ടിലേക്ക് പോകാനുണ്ട്. അപ്പം ഇങ്ങനെ കാലിട്ട് കളിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെള്ളത്തിലിട്ട് ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് ഇങ്ങനെ കാലൊക്കെ ഇട്ട് കളിപ്പിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലൊക്കെ ഇരിക്കാൻ നേരം നമ്മുടെ കാലിൽ ആ ചെളിയും കാര്യങ്ങളും എല്ലാം പോവുകയും ചെയ്യും. നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും കാലും നല്ല വൃത്തിയായി കിട്ടും. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു, പഴുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെല്ല് വിതച്ചിട്ടുണ്ടായിരുന്നല്ലോ, വിത്ത് വിതച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വിത്തുകളൊക്കെ പിടിച്ച് കുറച്ച് വിത്തുകളൊന്നും പിടിക്കത്തില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ വട്ടത്തിൽ ഒന്നും പിടിക്കാതൊക്കെ ഇങ്ങനെ കിടക്കത്തില്ലേ, കട്ട തന്നെ കിടക്കുന്ന ഭാഗങ്ങളാണ് പഴുതുകൾ. അപ്പോൾ ആ പഴുത് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഞാറ് എടുത്ത് ആ പഴുത് ആയിട്ട് കിടക്കുന്ന, അതായത് വിത്ത് പിടിക്കാതെ കിടക്കുന്ന ആ ചെളിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. അങ്ങനെ അവിടെ അടയ്ക്കും. അതാണ് പഴുതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടാറ്റാ.